CSF സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് റൈനോറിയ എന്ന മൂക്കിൽ നിന്ന് വെള്ളമൊലിക്കുന്ന അസുഖമുള്ളവരിൽ അമീബിക് മസ്തിഷ്ക ജ്വരം എളുപ്പത്തിൽ പിടിപെടാൻ സാധ്യതയെന്ന് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് ചികിത്സ തേടിയവരിൽ 3 പേർക്ക് CSF റൈനോറിയ ഉള്ളവരാണ്. രോഗം ബാധിച്ച് മരിച്ച സ്ത്രീക്കും ഇതേ രോഗാവസ്ഥയുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ജലദോഷമുണ്ടാകുമ്പോൾ വരുന്ന സ്രവത്തിൽ നിന്ന് വ്യത്യസ്തമായി വെള്ളത്തിന് സമാനമായ രീതിയിലാണ് CSF റൈനോറിയ ബാധിച്ചവരുടെ മൂക്കിലൂടെ ഒഴുകുക. എന്നാൽ തുമ്മലോ അനുബന്ധ ബുദ്ധിമുട്ടുകളോ ഉണ്ടാവില്ല. മൂക്കിനുള്ളിൽ അരിപ്പ പോലെ സംരക്ഷിക്കുന്ന ഭാഗമാണ് ക്രിബ്രിഫോം പ്ലേറ്റ് എന്നറിയപ്പെടുന്നത്. ദുർബലമായ ഈ ഭാഗം പൊട്ടുന്നതുവഴിയാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് പുറത്തേക്ക് ഒഴുകും. ഇതുവഴി അമീബ് പോലുള്ള അണുക്കളെ എളുപ്പത്തിൽ അകത്തേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്നും ആരോഗ്യ വിദഗ്ധര് മുന്നറിയിപ്പ് നൽകുന്നു. വാഹനാപകടങ്ങളിലോ മറ്റോ ആ ഭാഗത്ത് പരിക്കേൽക്കുന്നവരിലെ ക്രിബ്രിഫോം പ്ലേറ്റ് പൊട്ടി CSF സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് റൈനോറിയ വരാന് സാധ്യത ഏറെയാണ്. ഇതുള്ളവരിൽ മെനിഞ്ചൈറ്റിസ് വരാനും സാധ്യതയുണ്ട്. ഇത്തരം അസുഖമുള്ളവരെ ചികിത്സ തേടി ശസ്ത്രക്രിയയിലൂടെ ക്രിബ്രിഫോം പ്ലേറ്റിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും ആരോഗ്യ വിദഗ്ധര് വ്യക്തമാക്കി.